പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നവംബർ മാസം തീരാറായി. ശുദ്ധാത്മാക്കൾക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു മാസം ആണെന്ന് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇംഗ്ലീഷിൽ കൊടുത്തിരുന്നു. പോളണ്ടിലെ ഒരു ബിഷപ്പിനെ പറ്റി, ഒരു തിരുമേനിയെ പറ്റി. പ്രിയപ്പെട്ട, നിങ്ങൾക്കറിയാം, ഞാൻ കൂടെ പോളണ്ടിൽ പോകാറുണ്ട്, ധ്യാനിപ്പിക്കുന്നുണ്ട്. 100-ൽ പരം ധ്യാനങ്ങളും കൺവെൻഷനുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എന്റെ യൂട്യൂബിൽ കാണാൻ സാധിക്കും. അവിടെ ഒരു പരിശുദ്ധനായ ബിഷപ്പിന്റെ, അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത് 2006 നമ്മുടെ ഫ്രാൻസിസ് പാപ്പായാൽ ആണ്. 2006 16-ാം ബെനഡിക്ട് പിതാവ് അദ്ദേഹത്തെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ബ്ലസ്സഡ് എന്ന് വിളിച്ചത്. അപ്പം ഒരു സമകാലീനൻ ആണ്. ഏറെ ആളുകൾ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പോകും. ഞാനും അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സ്റ്റാനിസ്ലാവൂസ് പപ്പിൻസ്കി എന്നാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു മരിയ ഭക്തനായിരുന്നു. അതുകൊണ്ടാണ് മാതാവിന്റെ നാമത്തിൽ ഒരു അച്ഛന്മാരുടെ സ്ഥാപനം അഥവാ സഭ സ്ഥാപിച്ചു. മരിയൻ ഫാദേഴ്സ് എന്നവരറിയപ്പെടുന്നു. അതായത് മാതാവിന്റെ അമരോത്ഭവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. ഒരു വലിയ മാതൃഭക്തൻ. മാത്രമല്ല, ശുദ്ധാത്മാക്കൾ വലിയ അടുപ്പവും സ്നേഹവും. ഏറെ പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. പരിത്യാഗം ചെയ്യുമായിരുന്നു, ഒരു നേരം നിൽക്കുമായിരുന്നു, ദാനധർമ്മം ഭാവങ്ങൾ കൊടുക്കുമായിരുന്നു. അതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും പോളണ്ടിൽ കാണാൻ സാധിക്കും. ആളുകൾ വാങ്ങുന്നതും വായിക്കുന്നതുമെല്ലാം. കാരണം അടുത്ത കാലത്ത് ജീവിച്ച ആളായതുകൊണ്ടും അടുത്ത കാലത്ത് ഒരു പുണ്യവാളനായി പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടും ആളുകളുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം, അദ്ദേഹം ശുദ്ധാത്മാക്കളെ പോയി കാണുമായിരുന്നു, ആശ്വസിപ്പിക്കായിരുന്നു. അങ്ങനെ മരിച്ചുപോയവരുടെ പരേതരോടൊരു ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു അത്ഭുതം പറയുന്നു. അത് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഇതുപോലുള്ള പല അനുഭവങ്ങളും എഴുതിയിട്ടുള്ള എന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ശുദ്ധീകരാത്മാക്കളുടെ കൂടെ എന്ന പുസ്തകം എന്റെ ഏറ്റവും വലിയ അടുത്ത നാളത്തെ പുസ്തകമാണിത്. അതിന് മുമ്പ് നിത്യത ദർശിച്ച നിമിഷങ്ങളിലും ഞാൻ ശുദ്ധീകരാത്മാക്കളെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത നാളിൽ പല വീഡിയോകളും എന്റെ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അത് കേൾക്കാനും കാണാനും എല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് അത്ഭുതകരമായി ഒരു അത്ഭുതം തന്നെ പ്രവർത്തിച്ച ഈ വലിയ മെത്രാൻ, വലിയ വിശുദ്ധനായ മെത്രാൻ, അദ്ദേഹത്തെ പറ്റി 2 വാക്ക് പറയുന്നതിൽ എപ്പോഴും മനസ്സിൽ വലിയ സന്തോഷം ആണ്. അതുപോലെ നിങ്ങൾ എന്റെ ജീവചരിത്രം വായിച്ചു കാണും. ദേവപ്രസാദ് ആണ്. അതിനകത്തും ആത്മാക്കളുമാരുടെ ബന്ധത്തെപ്പറ്റി ആഴമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കാരിഷ് ഭവനിൽ കിട്ടും, അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. ലോകത്തിൽ പല വിവിധ ലാംഗ്വേജുകളിൽ, ഭാഷകളിൽ ഇതെല്ലാം പരിഭാഷ നടത്തിയുള്ള പുസ്തകങ്ങൾ ആണ്. പ്രിയപ്പെട്ടവരെ, വിജയപുരത്തെ സെബാസ്റ്റ്യൻ പിതാവാണ് എന്റെ ശുദ്ധാത്മാക്കളോടുകൂടെ എന്ന പുസ്തകത്തിന് മുഖവര കൊടുത്തിരിക്കുന്നത്. ആഴമായിട്ട് ആത്മാക്കളെ പറ്റി പറയുന്നത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം തന്നെയും ഞാൻ വിശദമായിട്ടും. ഇതാണ് സംഭവം. പിതാവ് മെത്രാനായിരിക്കുമ്പോൾ വിത്തൂവ് നദിയുടെ തീരത്ത്, അതായത് ലുബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു സ്ഥലം മേടിച്ചത് പ്രഭു കുടുംബത്തോടായിരുന്നു. ഇപ്പോഴും നമ്മുടെ യൂറോപ്പിലൊക്കെ പ്രഭു കുടുംബങ്ങൾ ഉണ്ട്, നിലനിൽപ്പുണ്ട്. റോയൽ ഫാമിലി എന്ന് പറയും. പൈസ കൊടുത്തു, അത് മേടിച്ചു. അന്ന് കാലത്ത് ഇന്നത്തെ പോലുള്ള ആധാരം എഴുത്തൊന്നും കാണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വാക്കാൽ പറയാ, മേടിക്കുക. നമ്മളും അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ നാട്ടില്. മലബാറിനൊക്കെ പോയത് വാക്ക് പറഞ്ഞാൽ മേടിക്കും, കാശ് കൊടുക്കും, അങ്ങനെയായിരുന്നല്ലോ. പിന്നീട് ഇപ്പോഴല്ലേ ഈ തീർന്നാദായം, ആധാരം ഇതൊക്കെ വന്നത്. ഏതായാലും ശരി, അത് കഴിഞ്ഞപ്പോൾ ഈ പീറ്റർ മിലാൻ അയാളോട് ആ സ്ഥലം മേടിച്ചത്. ആളങ്ങ് മരിച്ചു. നല്ല മനുഷ്യനായിരുന്നു. എന്നും പള്ളിയിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഈ പിതാവുമായിട്ടും ഒത്തിരി അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകള്, അത് കുടുംബക്കാരെല്ലാം കൂടെ പറഞ്ഞു, പിതാവ് പൈസ കൊടുക്കാതെ ഷൊളുവിലാണ് ഈ സ്ഥലം മേടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കുടുംബക്കാർക്ക് ഇത് വേണം.
കാര്യം പൈസയുള്ളവരാണെങ്കിലും നമുക്ക് ഈ സ്ഥലത്തോടുള്ള സ്നേഹം, ഞാൻ പണ്ട് പറയാനുള്ളത് പോലെ സ്ഥലത്തോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന വ്യക്തികളാണ് ലോകം മുഴുവനും. അല്പം സ്ഥലത്തിനു വേണ്ടിയാണല്ലോ ഇപ്പോൾ നമുക്കറിയാം യുദ്ധങ്ങൾ നടക്കുന്നത് പോലും യുക്രൈനില്. അപ്പൊ മനുഷ്യ കിടക്കുന്നതാണ് ഇതെല്ലാം. ഞാൻ പറയാറ് പോലെ മണ്ണാശ, പൊന്നാശ, പെണ്ണാശ. അപ്പോൾ കുടുംബക്കാർക്ക് പൈസ ഒത്തിരി ഉള്ളവരായിരുന്നെങ്കിലും, അറിയപ്പെട്ട കത്തോലിക്ക കുടുംബമായിരുന്നെങ്കിലും ഈ സ്ഥലം വെറുതെ ഏറ്റെടുത്താണ് തിരിച്ചു വേണമെന്നും പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. ബിഷപ്പിനെ കോടതി വിളിച്ചു. അദ്ദേഹം മൗനമായി എല്ലാം കേട്ടു. അപ്പോൾ കള്ളസാക്ഷികളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഒരു പൈസ കൊടുത്തോ കൈക്കൂലി കൊടുത്തോ കൊണ്ടുവന്നതാണ്. അതിന് ജഡ്ജി പറഞ്ഞു, ഇത് കണിശമായിട്ടും തിരിച്ചു കൊടുക്കേണ്ട ഒരു കേസാണ്. പിതാവിന് വല്ലതും പറയാനുണ്ടോ? സാക്ഷികളുണ്ടോ? പിതാവിന് പരിശുദ്ധാത്മാവല്ലാതെ ആരുമില്ല സാക്ഷിയായിട്ട്. അദ്ദേഹം മൗനമായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഒരു 3 ദിവസം എനിക്ക് തരാമോ? ഞാൻ അത് കഴിഞ്ഞ് എന്റെ സാക്ഷികളെ കൊണ്ടുവരാം. അതുവരെ എന്നെ ഒന്ന് വിട്ടയക്കാമോ 3 ദിവസത്തേന്? അങ്ങനെ കേസ് അഡ്ജോൺ ചെയ്തു. 3 ദിവസം അതീവ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈ സനിസ്ലാവുസ് പിതാവ് സമയം ചെലവഴിച്ചു. കഥാവുമായി സംസാരിക്കായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കണ്ട പലരും പറഞ്ഞത്, പള്ളി വെച്ച് കണ്ടവരെ. 3 ദിവസം വെള്ളം പോലും കുടിച്ചില്ല. 3-ാം ദിവസം ഔദ്യോഗിക വേഷമെല്ലാം ധരിച്ച് ബിഷപ്പായിട്ട് അംശവടിയെല്ലാം കൈപ്പിടിച്ച് അരമനയിലുണ്ടായിരുന്നവരുമായിട്ട് കൂടി നേരെ സിമിത്തേരിയിലേക്ക് ചെല്ലുന്നു. ഈ മരിച്ചുപോയ പീറ്ററിനെ അടക്കിയിരിക്കുന്ന ശവകുടീരത്തിൽ വന്നു. ചുറ്റുമുണ്ടായിരുന്നു പറഞ്ഞു, കബറിടം തുറക്കാൻ. ബിഷപ്പിന് അതിനുള്ള അധികാരമുണ്ടല്ലോ. അവരുടൻ തന്നെ പിക്കാക്സും തൂമ്പായെല്ലാം കൊണ്ടുവന്ന് കല്ലറ തുറന്നപ്പോൾ 3 കൊല്ലം മുമ്പ് മരിച്ച മനുഷ്യന്റെ എല്ലും അസ്ഥികളും മാത്രമേ ഉള്ളൂ. അത് കണ്ട് എല്ലാവരും മൂക്കുപൊത്തി വാപൊത്തി. പെട്ടെന്ന് പിതാവ് മെത്രാനച്ചൻ അടുക്കൽ ചെന്ന് തന്റെ അംശവടി അദ്ദേഹത്തിന്റെ അസ്ഥിപഞ്ജരത്തെ സ്പർശിച്ചു. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തെ കത്തിച്ചൊരിക്കുന്ന ബിഷപ്പ്മാര് നമ്മുടെ കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന കാര്യം ഓർക്കണം. ആ അംശവടി എന്ന് പറഞ്ഞാൽ ഒരു വെറും സ്ഥാനം മാത്രമല്ലായിരുന്നു, അതിന് ശക്തി ഉണ്ടായിരുന്നു. മൂശയുടെ അല്ലെങ്കിൽ അഹറോന്റെ വടി പോലെ. ആ വടി വെച്ച് തൊട്ടപ്പോൾ ഈ അസ്ഥിപഞ്ജരം ഒന്നിച്ചുകൂടി മനുഷ്യരൂപമായി മാറി. ഈ ജനങ്ങളെല്ലാം കൺമുമ്പിൽ വച്ച് ശുഭവസ്ത്രം, അദ്ദേഹത്തിന് സാധാരണ വസ്ത്രവും ധരിച്ച് പീറ്റർ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ! ആരുടെയും ഹൃദയത്തെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സംഭവമാണെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പോൾ അവിടെ നിന്നവരുടെ കാര്യം ഒന്ന് മനസ്സിലോർത്തു നോക്കിക്കേ. അവരുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു കടന്നുപോയത് എന്ന്. അംശവടി തൊടുകയും നമ്മൾ വായിക്കുന്നുണ്ട് എസെക്കിയേൽ പ്രവാചകനിൽ എസെക്കിയേൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ എപ്രകാരം ഉണങ്ങി വരണ്ടുപോയ അസ്ഥികൾ കൂടിച്ചേർന്നു, ഞരമ്പുകൾ ഒട്ടിപ്പിടിച്ചു, അതുപോലെ തൊക്ക് വന്നു, തൊലി വന്നുകൂടി, ജീവനില്ലായിരുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജീവനുണ്ടായി. എന്നിട്ടൊരു മഹാസൈന്യത്തെപ്പോലെ അവർ നടന്നുവെന്ന്. അത് അസ്ഥികളുടെ താഴ്വരയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടൊരു അനുഭവം തന്നെയല്ലേ ഇതും. ഒന്ന് ആലോചിച്ചു നോക്കൂ. അംശവടി വെച്ച് പ്രാർത്ഥനാപൂർവ്വം തൊട്ടു. അവൻ എഴുന്നേറ്റു, എല്ലാ വസ്ത്രവും ധരിച്ചുകൊണ്ട് തന്നെ. പിതാവ് ചെന്ന് അവന്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് നേരെ കോടതിയിലേക്കാണ് പോകുന്നത്. അതെ, ആ കോടതി 9 മണിക്ക് തുടങ്ങി. ആ സമയത്ത് 3-ാം ദിവസമാണ് കേസ്. പിതാവിന്റെ കേസാണ് എടുക്കുന്നത്. പിതാവിനെ കാത്ത് അവരിയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് പിതാവ് ഇവരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ് കോടതിയിൽ. മജിസ്ട്രേറ്റിനെ നോക്കി ജഡ്ജിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ സാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ 3 വർഷം മുമ്പ് മരിച്ചുപോയവനാണ്. ഇവന്റെ കയ്യിൽ നിന്നാണ് ഞാൻ സ്ഥലം വാങ്ങിച്ചത്. ഇവനാണ് പണം കൊടുത്തത്. അവൻ പറയട്ടെ എന്ന്. അവൻ ജഡ്ജിയെ നോക്കിക്കൊണ്ട്, നിങ്ങൾ ഓർത്തോണം, അവിടെ ഉണ്ടായിരുന്ന എല്ലാ വക്കീലന്മാരും എല്ലാവരും സ്പഷ്ടരായി നോക്കിയിരിക്കുകയാണ്. അവരൊക്കെ അറിയുന്ന ആളായിരുന്നു. പക്ഷെ അവർ പലരും അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കുകൊണ്ടവരുമായിരുന്നിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. അവർ അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ അയാൾ കോടതിയെ നോക്കി പറഞ്ഞു,
ദയവായിട്ട് പിതാവിനെ വെറുതെ വിടണം, നിരപരാധിയാണ്. ആ സ്ഥലത്തിന്റെ മുഴുവൻ വിലയും എനിക്ക് തന്നിട്ടാണ് ഞാൻ സ്ഥലം കൊടുത്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നവരുടെ പലരുടെയും കണ്ണുകളിൽ കൂടി കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി എന്നോർക്കണം. അപ്പോൾ കേസ് സമർപ്പിച്ച ഈ പ്രഭു കുടുംബത്തിലെ ആളുകളിലേക്ക് നോക്കി ജഡ്ജി പറഞ്ഞു, അവരെ നീതിപൂർവം ഇപ്പോൾ ശിക്ഷിച്ചേ മതിയാവും. ഇത്രയും പരിശുദ്ധനായ ഒരു ബിഷപ്പിനെതിരായിട്ട് പരസ്യമായിട്ട് അപവാസ കേസ്, അപകീർത്തി കേസ് ഉണ്ടാക്കിയ ഇവരെ ശിക്ഷിക്കണം. കോടതി അവരെ ശിക്ഷിക്കുന്നു, പിതാവിനെ വെറുതെ വിടുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരൊക്കെ ഒന്ന് ചിന്തിക്കണം. അതാ മരണാനന്തര ജീവിതം, ശുദ്ധീകരണസ്ഥലം, സ്വർഗം, ഇതൊക്കെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ അല്പം ഇതൊന്ന് കേൾക്കണേ, ഒന്ന് ചിന്തിക്കണേ. ഇതൊരു പഴയ വണക്കമാസ കഥയല്ല, ഒരു ദൃഷ്ടാന്തമല്ല, അടുത്ത കാലത്ത് സംഭവിച്ച ഒരു സാക്ഷ്യമാണ് എന്നോർക്കണം. സാക്ഷ്യങ്ങൾക്ക് മൂല്യമുണ്ട്, അർത്ഥമുണ്ട്. എന്നിട്ട് ഇയാളെ കൈക്ക് പിടിച്ചുകൊണ്ട് സിമിത്തേരിയിലേക്ക് പോകാൻ തുടങ്ങി. വഴിയിൽ വെച്ച് മത്താനച്ചൻ ഒത്തിരി സ്നേഹത്തോടെ പറഞ്ഞു, പീറ്ററെ, ഏതായാലും വന്നതല്ലേ, ഏതാനും ദിവസം ഇവിടെ എൻ്റെ കൂടെ താമസിച്ച് ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ടുകെട്ട് പോയാൽ പോരെ. ഞാൻ എന്റെ ഈശോയോട് പ്രാർത്ഥിക്കാം, കണിശമായിട്ടും ഈശോ അനുവദിക്കും. ഈശോ അനുവദിച്ചിട്ടാണല്ലോ നിന്നെ ഇങ്ങോട്ട് വിട്ടത്. ഞാൻ പ്രാർത്ഥിച്ചു ഈശോയോട്, നിന്നെ വിടണമേന്ന്. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അതുകൊണ്ട് കണിശമായിട്ട് എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ ഇവിടെ ഞങ്ങളെടുത്ത് താമസിക്കണം. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷണത്തിന് നന്ദി, പക്ഷെ എനിക്ക് ഉടനെ പോകണം. കാരണം ഞാൻ അവിടെ ഏറ്റവും സന്തോഷവാനാണ്. എന്റെ അസ്ഥികൾ തീയിലാണ്, എന്റെ മാംസം കത്തിപ്പോയി. കർത്താവ് ഇവിടെ വരാനായിട്ട് എനിക്ക് ഇപ്പോൾ ഈ ശരീരം തന്നതാണ്. ഞാൻ തിരിച്ചവിടെ ആ തീയിലേക്കാണ് പോകുന്നത്. പക്ഷെ ആ തീ പരിശുദ്ധമാണ്, പരിശുദ്ധാത്മാവിൻ്റെതാണ്, സന്തോഷത്തിന്റെയാണ്, ആനന്ദത്തിന്റെയാണ്. എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിനെ ഞാൻ മുഖാമുഖം കാണും. എനിക്ക് ആ വലിയ പ്രത്യാശയാണ് എന്നെ നയിക്കുന്നത്. ഈ ഭൂമിയിൽ വന്നാൽ എവിടെയും പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നാൽ ഒരു ചെറിയ ചിന്ത കൊണ്ട് പോലും ഒരു വിഷയം ഞാൻ കർത്താവിൽ നകന്നുപോയിന്ന് വരാം. എനിക്കതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, എനിക്കവിടെ തന്നെ പോകണം. ആ വിശുദ്ധ സ്ഥലത്ത് നോക്കൂ, ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത്, ആ വിശുദ്ധ സ്ഥലത്ത് എനിക്ക് പോകണം ഉടനെ. പിതാവിനെ നിർബന്ധിച്ചൊന്നുമില്ല. ആ പിതാവിനടുത്ത് ശവക്കലറുടെ അടുക്ക ചെന്നു. ശവക്കലറ തുറന്നെടുക്കുമായിരുന്നു. അദ്ദേഹം കയറി, അദ്ദേഹം അപ്രത്യക്ഷൻ ആയി. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പല വീഡിയോകളിലും പറയുണ്ടായി, കർത്താവ് അനുവദിക്കുമ്പോൾ ശുദ്ധിയാത്മാക്കൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ അടുക്കൽ വരുമെന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ അതെ, വിശ്വസിക്കൂ. ഇനിയും അതിനായിട്ട് കർത്താവ് ഒരു ശരീരം കൊടുക്കും. ഭൗമിക ശരീരമല്ല, ആത്മീയ ശരീരം. എന്നാൽ എല്ലാവർക്കും ആ പഴയ ശരീരം പോലെ കാണാനും കഴിയും. കാരണം അവൻ തന്നെയാണ് വന്നത്, ആ വ്യക്തി തന്നെയാണ് വന്നത്. ഇതൊക്കെ നമ്മളിത് കേൾക്കുമ്പം അത്ഭുതം തോന്നും. എന്നാൽ ദിനം സംഭവിക്കുന്ന കാര്യങ്ങൾ. നേരെ പേരിങ്ങനെ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്കറിയാം. ആ ശുദ്ധാത്മാക്കളെ രക്ഷിക്കാനായിട്ട് പോകുന്ന അറിയാം. എന്റെ ശുദ്ധാത്മാക്കളെ പറ്റിയുള്ള പ്രസംഗങ്ങൾ കേട്ട് നിങ്ങൾക്കറിയാം. എന്റെ ഈ പുസ്തകം വായിക്കുമ്പോഴും നിങ്ങൾക്കറിയാം. ഞാൻ കൂടെ അനുദിനം എന്ന പോലെ ശുദ്ധാത്മാക്കളോട് പ്രസംഗിക്കുന്നതും അവർക്ക് പാപമോചനം കൊടുക്കുന്നതും അവരെ രക്ഷിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. സഭ എന്ന് പറയുന്നത് ഈ സമരസഭ മാത്രമല്ല, ഒരു സഹന സഭയുണ്ട്. അതാണ് ശുദ്ധീരാത്മാക്കളുടെ സ്ഥലം. എത്ര പൊട്ടൻഷ്യന്റുകാർ എന്ത് പറഞ്ഞോട്ടെ, എന്റെ പ്രസംഗത്തിന്റെ ഒക്കെ അടിയിൽ അവരൊക്കെ എഴുതിയിട്ടുണ്ട്. മഞ്ഞാക്കളച്ച വലിയ ഇഷ്ടമായിരുന്നു, ബഹുമാനമായിരുന്നു. പക്ഷെ ഈ പ്രസംഗം കേട്ടപ്പോൾ, അതായത് ശുദ്ധാത്മാക്കളെ പറ്റി കേട്ടപ്പോൾ അച്ഛനോടുള്ള സ്നേഹം എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. കാരണം ബൈബിളിൽ ഇല്ലാത്തതാണെന്ന്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കബേക്കാരുടെ പുസ്തകത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി മാത്രമല്ല, മറ്റ് പലതും ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണെന്ന് വായിച്ചു നോക്കൂ. ഇത് ബൈബിൾ പരമാണ്, കർത്താവിന്റെ വചനപ്രകാരമാണ്. അനാദി മുതൽ, അതായത് സഭയുടെ ആരംഭം മുതൽ പാപികൾക്ക് വേണ്ടി ശുദ്ധാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അവരുടെ പാപങ്ങൾ മോചിച്ചു കിട്ടുവാനായിട്ട്.
പ്രിയമുള്ളവര്, പുതിയ പഠനമൊന്നുമല്ല, പഴയത് ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇന്നതൊക്കെ മറന്നുപോയതാണ് പലരും. അവർക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലിക്കാനോ ഒരു ഗ്രിഗോറിയൻ കുർബാന ചെല്ലിക്കാനോ അവരുടെ നാമത്തിൽ പാവങ്ങളെ സഹായിക്കാൻ ഇതൊക്കെ മറന്നുപോയൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പ്രിയരെ ഞാനിത് പറയുന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നതും. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഞാൻ പറയുന്നു, കാരിശ്ഭവനിൽ നിന്ന് ഈ 3 പുസ്തകങ്ങൾ വാങ്ങിക്കണം, എന്നിട്ട് വായിക്കണം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ഏറ്റവും അടുത്തിടെ ഞാൻ എഴുതിയതാണ് ശുദ്ധീകരാത്മാക്കളുടെ കൂടെ. മറ്റൊന്ന്, നിങ്ങൾക്കറിയാം, ഞാൻ മരണത്തോട് മല്ലടിച്ച് ഞാൻ മരിച്ചുവെന്ന് ഡോക്ടർമാരും നേഴ്സുമാരും പ്രഖ്യാപിച്ച എന്റെ മരണാനന്തര ജീവിതം, അഥവാ മരിച്ചുപോയി തിരിച്ചു വന്ന ജീവിതം, അതാണ് ഞാൻ ഐ ഷോ ഇറ്റേണിറ്റി എന്ന ഇംഗ്ലീഷിൽ, മലയാളത്തിൽ നിത്യത ദർശിച്ച നിമിഷങ്ങൾ. നിങ്ങൾ കാണുക, പുസ്തകം ഇല്ലെങ്കിൽ വാങ്ങിച്ചു വായിക്കണം. ഞാൻ പറയും, ഒത്തിരി സ്നേഹപൂർവ്വം പറയാണ്. അത് നഷ്ടമല്ല നിങ്ങൾക്ക്. ഇനി അതും പല ഭാഷകളിൽ, അനേകം ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ട് അനേക കാര്യങ്ങൾ വായിച്ച് നമ്മുടെ നിത്യതയെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള പുസ്തകമാണ്. മറ്റൊന്ന് എന്റെ ജീവചരിത്രം ആണ്. അത് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഞാൻ എപ്രകാരം അനുദിനം ഇങ്ങനെ ശുദ്ധീയ സ്ഥലത്തിൽ പോകുന്നുവെന്നും ആത്മാക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം ദേവപ്രസാദ് സാറ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം ഉണ്ട്. പിന്നെ വേറെ പുസ്തകം കൂടെ പറയാം, അതായത് പാപത്തിന്റെ ശാപത്തിൽ നിന്നുള്ള മോചനം. അത് കുടുംബവൃക്ഷ വിശുദ്ധീകരണത്തെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകം. അതിനകത്തും ഞാനിത് പറയുന്നുണ്ട്. എപ്രകാരം നമ്മുടെ മാതാപിതാക്കൾ പൂർവികന്മാർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തെല്ലാം പരിത്യാഗം ചെയ്യണം, അവരെ എങ്ങനെ മോചിപ്പിച്ച് സ്വർഗത്തിൽ വിശുദ്ധരാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് അറിവിന്റെ കാലഘട്ടമാണെന്ന് ഓർക്കണം. നമ്മൾ അജ്ഞതയിൽ കഴിയരുത്. അജ്ഞരാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എഫേസോസ് അധ്യായം 15:5 പൗലൂസ് പറയുന്നത് പോലെ, കാലം മോശമാണ്, നിങ്ങൾ വിജ്ഞാനമുള്ളവരായി അറിവുള്ളവരായി ജീവിക്കൂ, പോഷന്മാരായി ജീവിക്കരുത്, അറിവില്ലാത്തവരായിരിക്കരുത്, ഞങ്ങൾ എല്ലാം മനസ്സിലാക്കുവിൻ. അങ്ങനെ സത്യം മനസ്സിലാക്കി സത്യമനുസരിച്ച് ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ നവംബർ മാസം കഴിഞ്ഞതുകൊണ്ട് ശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥന നിർത്തരുത്. അത് എല്ലാ ദിവസവും ഈ ഭക്തിയും സ്നേഹവും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വന്തക്കാരുടെ ബന്ധക്കാരുടെ ഒരു വിഷയം, അവർ സ്വർഗത്തിലായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടും. ഇനി ശുദ്ധാത്മാക്കൾക്ക് അവരെ തന്നെ പ്രാർത്ഥിച്ച് രക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ അവർക്ക് രക്ഷയുണ്ടാകും. അവർ ഇന്നും വിശുദ്ധരായിട്ട് തന്നെയാണ് അവിടെ. അതുകൊണ്ടല്ല ആ പിതാവ് പറഞ്ഞത്, സൻസാവ് പിതാവ് പറഞ്ഞു, ആ വിശുദ്ധ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ശുദ്ധീകര സ്ഥലം വിശുദ്ധമാണ്, അവിടെ ഉള്ളവരും വിശുദ്ധരാണ്. നമ്മൾ പറയും റണ്ണേഴ്സ് അപ്പ്, നമ്മൾ പറയില്ലേ, അതായത് നാളെ ഇന്ന് ഒരു പുണ്യവാനായി തീരാനുള്ളവൻ ആണ്, സ്വർഗത്തിലേക്ക് കാല് കുത്താനുള്ളവരാണ്. അവർ വിശുദ്ധരാണ്. അനുദിനം വിശുദ്ധീകരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ആ തീയില്. നമുക്ക് ആ തീയില് സ്വർണം പോലെ വെള്ളി പോലെ നമ്മൾ വിളങ്ങണം, പ്രകാശിക്കണം, വിശുദ്ധീകരിക്കപ്പെടണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാനൊരു ചെറിയ ആശീർവാദം തരാം. കാര്യമുള്ള കർത്താവ് വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. ഈശ്വരനാഥ, ഇവരെ കണ്ണഞ്ചിപ്പിക്കാനോ രോമാഞ്ചം കൊള്ളിക്കാനോ അല്ല ഞാനിത് പറഞ്ഞത്, സത്യം ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കർത്താവേ, സഭയിലെ പുണ്യവാന്മാരുടെ ഐക്യം അഥവാ ഒരുമ്പാട് എന്ന സത്യം മനസ്സിലാക്കാനും നിങ്ങൾ പരസ്പരം സഹിക്കുക എന്ന കർത്താവിന്റെ വചനം പാലിക്കാനും ഈ മക്കളെ സഹായിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ മാത്രം സഹിച്ച പോരാ, മരണം മൂലം വേർപെട്ടവരും ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾ ഈ ഭൂമിയോട് വേർപെട്ടാലും ഞങ്ങൾ തുടർന്നും ജീവിക്കും. തുടർന്നും ആ സ്നേഹം തുടരണം. അപ്പനോട്, അമ്മയോട്, പൂർവികരോട്, സഹോദരങ്ങളോട് ആ സ്നേഹം തുടർന്നുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ ബൈബിൾ വായിക്കുന്ന പോലെ ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ അവരോടുകൂടിയാണ് ഞങ്ങൾ ഒന്നായിത്തീരേണ്ടത്, പൂർവികരോടുകൂടെ. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ബൈബിൾ വായിക്കുന്നതും പഴയ നിയമത്തിലെല്ലാം കാണുന്നുണ്ട്. ആ യാക്കോബും ഏബ്രാഹവും മൂശ എല്ലാം പൂർവികരോട് ചേർന്നുവെന്ന്. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഇതേപ്പറ്റി കൂടുതലായിട്ട് ഈ മക്കൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കണമേ. ഞാനിവരോരോരുത്തരെയും അങ്ങയുടെ തിരുമാറിടത്തിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. അധികം താമസിയാതെ ആഗമന കാലത്തേക്ക് ഇവർ കയറുന്നു.
ഏത് കാലത്തായാലും പരാതാത്മാക്കളെ മറക്കാൻ അനുവദിക്കരുതേ. അവരോട് ബന്ധം നിലനിർത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിത്യാഗങ്ങൾ ചെയ്യുവാനും ബലിയർപ്പിക്കുവാനുമുള്ള സന്മനസ് ഇവർക്ക് കൊടുക്കണമേ. അങ്ങനെ ഇവരുടെ സ്വന്തത്തിലും ബന്ധത്തിലും പെട്ടവർ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ശുദ്ധീയ സ്ഥലത്തിൽ കടന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ ഈശോയുടെ ഹൃദയത്തിൽ, മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ അർപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.